തിരുവനന്തപുരം ആര്യനാട് ഗവൺമെന്റ് LP സ്കൂളിലെ വയറിങ്ങുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. 2 വർഷം മുൻപ് പണിത കെട്ടിടത്തിന്റെ ഫ്യൂസും മീറ്ററും വരുന്ന ഭാഗമാണ് കത്തിയത്. പുക ഉയരുന്നത് കണ്ട് വിദ്യാർത്ഥികൾ അധ്യാപകരെ വിവരം അറിയിക്കുകയായിരുന്നു. ആർക്കും പരിക്കില്ല. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മേഘന മുരളി വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, എപ്പോഴായിരുന്നു സംഭവം? കുട്ടികളൊക്കെ സുരക്ഷിതരാണല്ലോ അല്ലേ? വിജയകുമാർ, പ്രധാനമായും കുട്ടികളൊക്കെ സുരക്ഷിതമാണ്. അതിൽ ഈ കുട്ടികൾ പുക ഉയരുന്നത് കണ്ട് അധ്യാപകരെ വിവരമറിയിക്കുകയും പെട്ടെന്ന് തന്നെ കെട്ടിടത്തിൽ നിന്ന് മാറാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ സുരക്ഷിതരാണ്. അല്പസമയം മുന്നെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ഫ്യൂസും അതുപോലെ തന്നെ മീറ്ററും വരുന്ന ഭാഗമാണ് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ കെട്ടിടം അത് പുതിയ കെട്ടിടമാണ്. 2 വർഷം മുന്നേ 2023 ഈ കെട്ടിടം നിർമ്മിക്കുന്നത്. അതിനുശേഷം പുതുതായിട്ടുള്ള വയറിങ്ങും മറ്റുമാണ്. പക്ഷേ എങ്ങനെയാണ് ഈ കത്തി നശിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. കുട്ടികൾക്ക് ആർക്കും ഇപ്പോൾ പരിക്കില്ല. മറിച്ച് ഈ കുട്ടികളെ ഈ കെട്ടിടത്തിൽ നിന്ന് മാറ്റി അതുപോലെ തന്നെ ഈ സ്കൂളിലെ തന്നെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഈ കുട്ടികൾ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു. കുട്ടികൾ തന്നെയാണ് ഈ പുക ഉയരുന്ന കാര്യം അധ്യാപകരെ വിവരമറിയിക്കുകയും ചെയ്തത്. പെട്ടെന്ന് KSEB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ഈ സ്കൂളിലെ തന്നെ വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിക്കുകയായിരുന്നു. എന്താണ് ഈ കത്തി നശിക്കാനുള്ള കാരണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷിക്കുന്നത്. അതിൽ വയറിംഗിൽ ഉണ്ടായ ഒരു പ്രശ്നം അല്ലെങ്കിൽ വയറിംഗ് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങളും വിലയിരുത്തലുകളും അങ്ങനെയാണ്. എന്താണ് ഇതിനുള്ള കാരണം എന്നുള്ളത് കൂടുതൽ പരിശോധനകൾ നടത്തിയാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രതിനിധികളും സ്കൂളിലുണ്ട്. വിദ്യാർത്ഥികളെ മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി ഈ ഒരു പഠനം പുനരാരംഭിച്ചിട്ടുണ്ട്. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.